ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോളിവുഡിൽ 2020 പുറത്തിറങ്ങിയ ഫുഡ് ഫെയറി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ വന്ന് ഒരു കവർ ഉപയോഗിച്ച് അവളെ ശ്വാസം മുട്ടിച്ച് അവളെ കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം അവളുടെ ശരീരം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് ഒരു കത്തി ഉപയോഗിച്ച് അവളുടെ കാലുകൾ മുറിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ വിവാനെ കാണിക്കുന്നു. ഇദ്ദേഹമാണ് ഈ സിനിമയിലെ നായകൻ. ഒരു CBI ഓഫീസറാണ്. രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നുണ്ട്. സുഹൃത്താണ് വിളിക്കുന്നത്. വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഉടൻ തന്നെ സ്പോട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നായകൻ ആ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. നായകന്റെ തൊട്ട് താഴെയുള്ള സ്ഥാനത്താണ് ഈ സുഹൃത്ത് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹർഷ് എന്നാണ്. ഇനി മുതൽ ഇദ്ദേഹത്തെ സുഹൃത്ത് എന്ന് പറയാം. അവർ രണ്ടുപേരും ഒരു സൂട്ട് കേസ് കാണുന്നു. ആ സൂട്ട് കേസിനുള്ളിലാണ് പെൺകുട്ടിയുടെ ശരീരം വെച്ചിരിക്കുന്നത്. ഓരോ തവണയും ഇതുപോലെ സൂട്ട് കേസിലാണ് ശരീരം വെക്കാറുള്ളത്. അതോടൊപ്പം പെൺകുട്ടിയുടെ 2 കാലുകളും മുറിച്ചെടുത്തിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പ് 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും ഇതേ രീതിയിലായിരുന്നു. ശരീരം എവിടെയുണ്ട്, പക്ഷേ കുറ്റകൃത്യം നടന്ന സ്ഥലം എവിടെയാണെന്ന് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നയാൾ വളരെ ബുദ്ധിമാനാണ്. കാരണം ഒരു ചെറിയ തെളിവ് പോലും, അതായത് മുടിയോ തൊലിയോ ഒന്നും തന്നെ അവിടെ അവശേഷിപ്പിക്കുന്നില്ല. അത്രയ്ക്ക് സൂക്ഷ്മമായാണ് അയാൾ ഇത് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് പോവാണ്. നായകൻ രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അയൽപ്പക്കത്തെ പെൺകുട്ടി പുറത്തേക്ക് വരുന്നു. സ്കൂളിലേക്ക് പുറപ്പെട്ടോ എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. സ്കൂളല്ല, കോളേജാണ് എന്ന് ആ കുട്ടി മറുപടി പറയുന്നു. അദ്ദേഹം തമാശയായി ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെ കോളേജിൽ കൊണ്ടുവിട്ടിട്ട് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇതുവരെ 4 കൊലപാതകങ്ങൾ നടന്നതുകൊണ്ട് ആ കൊലയാളിയെ സൂട്ട് കേസ് കില്ലർ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പോലീസ് എന്ത് ചെയ്യാണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കാരണം ബോസ് നായകനെ വിളിപ്പിച്ച് സംസാരിക്കുന്നു. ഇതുവരെ എന്താണ് കണ്ടെത്തിയത് എന്ന് ബോസ് ചോദിക്കുന്നുണ്ട്. ഒന്നും കണ്ടെത്താത്തതുകൊണ്ട് നായകൻ മടിച്ച് ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നു. ആദ്യം എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്ന കാരണം കണ്ടെത്ത്. എന്തിനാണ് ഒരാൾ കാലുകൾ മുറിക്കുന്നത്? ആ കാരണം കണ്ടെത്തിയാൽ കുറ്റവാളിയെ എളുപ്പത്തിൽ പിടികൂടാം എന്ന് ബോസ് പറയുന്നു. ശരി സാർ, ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടെത്താം എന്ന് നായകൻ സമ്മതിക്കുന്നുണ്ട്. നായകന്റെ അസിസ്റ്റന്റായി ഋഷഭ് എന്നൊരു പയ്യനുണ്ട്. അവനോട് CCTV ഫുട്ടേജുകൾ ശേഖരിക്കാൻ പറയുന്നു. അവനും അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ നായകന്റെ സുഹൃത്ത് വന്ന് ഡോക്ടർ കാണാനായി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവർ രണ്ടുപേരും ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. ഇതിനു മുൻപുള്ള കൊലപാതകങ്ങൾ ചെയ്ത ആൾ തന്നെയാണ് ഇതും ചെയ്തത്. ഇത്തവണയും മുടിയിൽ നിന്നോ മറ്റോ DNA സാമ്പിൾ ഒന്നും ലഭിച്ചിട്ടില്ല. കത്തി ഉപയോഗിച്ചാണ് കാല് മുറിച്ചിരിക്കുന്നത്. മുറിവുകൾ അണ്ണീവനാണ്. മുൻപും അങ്ങനെ തന്നെയായിരുന്നു എന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിക്കാനായി അവർ വരുന്നു. നിങ്ങളുടെ മകൾക്ക് ഏതെങ്കിലും ആൺകുട്ടിയുമായി വഴക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് അച്ഛൻ മറുപടി നൽകുന്നുണ്ട്. ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങളുടെ മകൾക്ക് തോന്നിയിരുന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്താണ് കരുതുന്നത് എന്ന് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നു. ഞങ്ങളൊന്നും കരുതുന്നില്ല, പൊതുവായി ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന ചെറിയ വിവരങ്ങൾ പോലും ഞങ്ങൾക്ക് സഹായകമാകും. എന്തെങ്കിലും ഓർമ്മ വന്നാൽ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. അവരുടെ ടീമിലുള്ള ഋഷഭ് എന്ന പയ്യനോട് ഫൂട്ടേജ് ചോദിച്ചിരുന്നല്ലോ. അവൻ ഫൂട്ടേജ് ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകുന്ന ഫൂട്ടേജ് ഉണ്ട്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. ശരി, നമുക്ക് ആ ക്രൈം സ്പോട്ടിലേക്ക് പോകാം എന്ന് നായകൻ പറയുന്നുണ്ട്. കുറ്റകൃത്യം നടന്ന യഥാർത്ഥ സ്ഥലം അവർക്ക് അറിയില്ലെങ്കിലും രക്തത്തുള്ളികൾ എവിടെയെങ്കിലും വീണ് കിടക്കുമെന്ന നിഗമനത്തിൽ അവർ തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. ഒരാൾ ആ സ്ഥലം കണ്ടെത്തുന്നു. അവരെല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അതായത് കാലുകൾ മുറിച്ച സ്ഥലമാണ് അവർ കണ്ടെത്തിയത്. അവൻ അവളെ പുറത്തു വെച്ചായിരിക്കണം പിടികൂടിയത്. എന്നിട്ട് ശരീരം ഇവിടേക്ക് കൊണ്ടുവന്ന് കാലുകൾ മുറിച്ചിരിക്കാം എന്ന് നായകൻ പറയുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുപോലെ തന്നെ നായകൻ കൃത്യമായി പറയുന്നു. ആ സ്പോട്ടിൽ എന്തെങ്കിലും തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാവുമോ എന്നവർ തിരയുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അവൻ വളരെ ശ്രദ്ധാലുവാണെന്ന് നായകന് മനസ്സിലാവുന്നു. അടുത്ത ദിവസം നായകൻ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അയൽപ്പക്കത്തെ പെൺകുട്ടിയുടെ അമ്മ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. മകൾ പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയി എന്ന അമ്മ മറുപടി നൽകുന്നു. വീട്ടിൽ പാചകത്തിനായി ഒരു സ്ത്രീയെ ഏർപ്പാടാക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഉടനെ തന്നെ സംസാരിക്കാനായി വീട്ടിലേക്ക് വരും എന്നവർ പറയുന്നു. കേസിൽ ഒരു തുമ്പും കിട്ടാത്തതുകൊണ്ട് നായകൻ അസ്വസ്ഥനാണ്. ഋഷഭ് എന്ന ജൂനിയർ ഒരു കാര്യം കണ്ടെത്തിയതായി അവരോട് പറയുന്നു. ഇതുവരെ കൊല്ലപ്പെട്ട 4 പെൺകുട്ടികളും റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത്. അതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള അവരുടെ ഫൂട്ടേജുകൾ ശേഖരിക്കുന്നു. ആ ഫൂട്ടേജുകളിൽ ഒരു കാര്യം പൊതുവായിട്ടുണ്ട്. അതായത് ആ പെൺകുട്ടികളുടെ അടുത്തായി ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ കറുത്ത ഹുഡിയും കാക്കി പാൻസുമാണ് ധരിച്ചിരുന്നത്. 4 ഫൂട്ടേജുകളിലും അയാളുണ്ട്. ഇത്രയും കാലം കൊലയാളി യാദൃശികമായി കിട്ടുന്നവരെയാണ് കൊല്ലുന്നതെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ലക്ഷ്യം വെച്ചാണ് കൊല്ലുന്നതെന്ന് അവർക്ക് തോന്നുന്നു. അയാൾ കാക്കി പാൻസ് ധരിച്ചതുകൊണ്ട് ഒരു ടാക്സി ഡ്രൈവർ ആകാനും സാധ്യതയുണ്ടെന്ന് അവർ സംശയിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിൽ ടാക്സി ഡ്രൈവർമാരെ കൂടുതൽ കർശനമായി പരിശോധിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ബോസ് അവിടേക്ക് വരുന്നുണ്ട്. ഒരു ടാക്സി ഡ്രൈവറുടെ വണ്ടിയിൽ നിന്ന് കത്തി കണ്ടെത്തിയെന്നും അയാളെ ഒരു സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു.
അവർ ഉടനെ തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. നായകനും സുഹൃത്തും ചേർന്നാണ് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. അവിടെയുള്ള പോലീസുകാരോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. സാധാരണ പരിശോധനയായിരുന്നു, പക്ഷേ ഇയാൾ മാത്രം വണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് പിടികൂടിയത്. വണ്ടിയിൽ കഞ്ചാവും രക്തക്കറയുള്ള 3 മൂർച്ചയേറിയ കത്തികളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവനെ കാണണം എന്ന് പറഞ്ഞ് അവർ പ്രതിയുടെ അടുത്തേക്ക് പോകുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിടൂ എന്ന് അവൻ കരഞ്ഞു പറയുന്നുണ്ട്. തെറ്റ് ചെയ്തില്ലെങ്കിൽ നീ എന്തിനാണ് ഓടിയത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ടാക്സി ഓടിച്ച് കിട്ടുന്ന പണം തികയാത്തതുകൊണ്ട് അവൻ കഞ്ചാവ് കച്ചവടവും ചെയ്യാറുണ്ടായിരുന്നു. പോലീസ് പെട്ടെന്ന് പരിശോധിച്ചപ്പോൾ ഭയന്ന് ഓടിയതാണെന്ന് അവൻ പറയുന്നുണ്ട്. കത്തി എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, അദ്ദേഹം ഒരു ദിവസം എൻ്റെ ടാക്സിയിൽ വന്നിരുന്നു, അദ്ദേഹം മറന്നു വെച്ച് പോയതാണ് ഈ കത്തികൾ എന്ന് പറയുന്നു. അവൻ പറയുന്നത് വിശ്വസനീയമായി തോന്നിയതുകൊണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നായകൻ സുഹൃത്തിനോട് പറയുന്നുണ്ട്. കൊലയാളിക്ക് സൂട്ട് കേസ് കില്ലർ എന്ന പേര് നൽകിയത് നായകൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ അവിടെ നിന്ന് പോകുന്നു. രാത്രിയിൽ നായകൻ സുഹൃത്തായ ഹർഷിന്റെ വീട്ടിലേക്ക് വരുന്നു. ഹർഷ് വിവാഹിതനാണ്. അവന്റെ ഭാര്യ നായകനോട് സൗഹൃദപരമായി സംസാരിക്കുന്നു. ദേവിക എന്ന ഭാര്യയുടെ സുഹൃത്തും അവിടെ വന്നിട്ടുണ്ട്. അവരൊരു ഡോക്ടറാണ്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ദേവികയ്ക്ക് അറിയാമായിരുന്നു. അവൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. നായകനും സുഹൃത്തും അവരുടെ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ദേവികയ്ക്ക് വലിയ താല്പര്യമുണ്ട്. അവൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സീരിയൽ കില്ലർമാരുടെ സ്വഭാവത്തെക്കുറിച്ച് നായകൻ വിശദീകരിക്കുന്നു. സംസാരം ആ വിഷയത്തിൽ തന്നെ തുടർന്നപ്പോൾ സുഹൃത്തിന്റെ ഭാര്യ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. ഇപ്പോൾ പ്രായം ചെന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അവർ വാഷ്റൂം ഉപയോഗിച്ച ശേഷം മുഖം കഴുകുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ കവർ ഉപയോഗിച്ച് അവരെ ശ്വാസം മുട്ടിക്കുന്നു. സീൻ കട്ട് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന നായകനെ കാണിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. സുഹൃത്താണ് വിളിക്കുന്നത്. ഉടൻ സ്പോട്ടിലേക്ക് വരാൻ പറയുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു പുതിയ ശരീരം കിടക്കുന്നു. നേരത്തെ കൊന്നതായി കാണിച്ച സ്ത്രീയുടെ ശരീരമാണിത്. മൃതദേഹത്തിനടുത്ത് ഫുഡ് ഫെയറി എന്ന് എഴുതിയിരിക്കുന്നു. ഇതാണ് എൻ്റെ പേര് എന്ന രീതിയിൽ. പേരെഴുതാൻ മാത്രം ധൈര്യം അവന് വന്നോ എന്നവൻ ചിന്തിക്കുന്നു. ഉദ്യോഗസ്ഥർ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചുറ്റും തിരയുന്നുണ്ട്. അടുത്തു നിന്ന് ഒരു മാഗസിൻ കിട്ടുന്നു. അതിൽ ശുക്ലത്തിന്റെ അംശമുണ്ട്. ഇത് പരിശോധനയ്ക്ക് അയച്ചാലോ എന്നവർ ആലോചിക്കുന്നുണ്ട്. വന്ന കൊലയാളി തന്നെ ആയിരിക്കണം ഇത് ചെയ്തതെന്ന് അവർ സംശയിക്കുന്നു. രണ്ടുപേരും ആശുപത്രിയിൽ ഇരിക്കുകയാണ്. അത് കൊലയാളി തന്നെ ഉപയോഗിച്ചതായിരിക്കുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് സുഹൃത്ത് പറയുന്നു. കൊലയാളി തന്നെ ആവണമെന്നില്ല, പക്ഷെ ഒരു സാധ്യതയുണ്ടല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് നായകൻ പറയുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് സാമ്പിളിന്റെ ഫലം വരാൻ കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നു. അടുത്തിടെ മരിച്ച പെൺകുട്ടിയുടെ കല്ലറയിൽ എല്ലാവരും മെഴുകുതിരി കത്തിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ അവിടേക്ക് പോകണം എന്ന് നായകൻ സുഹൃത്തിനോട് പറയുന്നുണ്ട്. ആ ചടങ്ങ് നടക്കുന്നു. എല്ലാവരും ദുഃഖത്തോടെ മെഴുകുതിരി കത്തിക്കുന്നു. നായകനും സുഹൃത്തും ജൂനിയറും അടുത്തുള്ളവരിടത്ത് ഒളിച്ചു നിൽക്കുകയാണ്. കൊലയാളി എവിടേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നായകൻ കരുതുന്നു. സൈക്കോ ആയതുകൊണ്ട് താൻ കൊന്നവരെ കാണാൻ അവൻ വന്നേക്കാം എന്ന ചിന്തയിലാണ് നായകൻ നിരീക്ഷിക്കുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ തനിച്ച് അവിടേക്ക് വരുന്നു. അയാൾ ആ കല്ലറയിൽ കൈവച്ച് എന്തോ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന ജൂനിയറിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരു സാധനം താഴെ വീഴുന്നു. ശബ്ദം കേട്ട് അയാൾ ഞെട്ടി അവിടെ നിന്ന് അതിവേഗം ഓടാൻ തുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ് 3 പേരും പിന്നാലെ ഓടുന്നു. പക്ഷെ കൊലയാളി അവരെ വെട്ടിച്ച് രക്ഷപ്പെടുന്നു. ജൂനിയർ ശബ്ദമുണ്ടാക്കിയതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് നായകൻ അവനെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് ചോദിച്ച് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. CCTV വഴി ചില കാര്യങ്ങൾ കണ്ടെത്തിയതിനെ കുറിച്ച് അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അവന്റെ വസ്ത്രധാരണം ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാൽ ഉടൻ വിവരം അറിയിക്കുക, ഉയരം ഏകദേശം 5'11" ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയുന്നു. ഈ അഭിമുഖം നായിക ദേവിക ഫോണിൽ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരു ഡേറ്റിന് പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്ര അറിയൂ, ഇതിനപ്പുറം എന്തെങ്കിലും അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നു. കേസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും കേസിന്റെ എല്ലാ വിവരങ്ങളും പുറത്തു പറയാൻ സാധിക്കില്ല, അതെല്ലാം രഹസ്യമാണ് എന്ന് നായകൻ പറയുന്നു. അവർ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങാണ്. അവളെ ടാക്സി കയറ്റി വിടുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ഒരാൾ കാറിലിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്കറിയില്ല. നായകന്റെ അയൽപ്പക്കത്തെ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. നായകൻ കാറുമായി വന്ന് അവളെ കൊണ്ടുപോകുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കോളേജ് എപ്പോൾ തീരും, എങ്ങനെയാണ് വരുന്നത് എന്നെല്ലാം നായകൻ ചോദിക്കുന്നുണ്ട്. ഇത്ര മണിക്ക് തീരും, ഞാൻ ലോക്കൽ ട്രെയിനിലാണ് വരുന്നത് എന്നവൾ പറയുന്നു. ഇത് കേട്ട് നായകന്റെ മുഖഭാവം ചെറുതായി മാറുന്നു. സാമ്പിൾ പരിശോധനയുടെ ഫലം വരുന്നുണ്ട്. അത് ഗുരു എന്നൊരാളുടെ സാമ്പിൾ ആണെന്ന് തിരിച്ചറിയുന്നു. ഈ ഗുരു ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് അവൻ തന്നെയാകാം കൊലയാളിയെന്ന് അവർ ഉറപ്പിക്കുന്നു. ഗുരുവിനെ വീട്ടിൽ വെച്ച് തന്നെ പിടികൂടാനായി അവർ കാത്തു നിൽക്കുകയാണ്. അവൻ വരുമ്പോൾ കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് പോകുന്നു. അവരെ കണ്ടയുടൻ അവൻ ഓടാൻ തുടങ്ങുന്നുണ്ട്. ഇത് അവരുടെ സംശയം വർദ്ധിപ്പിക്കുകയാണ്. അവനെ ഓടിച്ചിട്ട് പിടിച്ച് എന്തിനാണ് ഞങ്ങളെ കണ്ട് ഓടിയത് എന്ന് ചോദിക്കുന്നു. അവൻ 3 ലക്ഷത്തിലധികം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. അയാൾ ഇടയ്ക്കിടെ ആൾക്കാരെ വിട്ട് തല്ലിക്കുമായിരുന്നു. അവരാണ് വന്നതെന്ന് കരുതിയാണ് ഓടിയതെന്ന് അവൻ പറയുന്നു. ഈ പ്രദേശത്ത് നിന്ന് ഒരു അഡൾട്ട് മാഗസിൻ കിട്ടി. അതിൽ നിന്റെ ശുക്ലം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. അവൻ കാറിലിരുന്ന് ആ പുസ്തകം നോക്കി സ്വയംഭോഗം ചെയ്തിരുന്നുവെന്നും അതിനുശേഷം പുസ്തകം വലിച്ചെറിഞ്ഞതാണെന്നും പറയുന്നു. അവൻ കൊലയാളിയാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് കരുതി അവർ പരിശോധിക്കുകയാണ്. പക്ഷെ കുറെ അഡൾട്ട് മാഗസിനുകൾ അല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. കൊലയാളിയുടെ കൈയക്ഷരവുമായി അവന്റെ കൈയക്ഷരം ഒത്തുനോക്കുന്നു. പക്ഷെ രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല. ഒരു കഫേയിലിരുന്ന് 3 പേരും കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇത് അടുത്തുള്ള ഒരാൾ ശ്രദ്ധിക്കുന്നത് നായകൻ കാണുന്നു.
എന്താ ഞങ്ങളെ നോക്കിയിരിക്കുന്നത്, നിന്റെ ഭക്ഷണം കഴിക്കുക എന്ന് ദേഷ്യത്തോടെ പറയുന്നു. മരിച്ചുപോയ എല്ലാ പെൺകുട്ടികൾക്കും പൊതുവായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ നായകൻ ജൂനിയറോട് പറഞ്ഞിരുന്നു. അവൻ ഒരു കാര്യം കണ്ടെത്തിയതായി പറയുന്നുണ്ട്. മരിച്ച എല്ലാ പെൺകുട്ടികളും അവസാനമായി ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നു, അതായത് മരിക്കുന്നതിന് 1-2 ആഴ്ച മുമ്പ്. ഇത്രയും വലിയൊരു വിവരം ഇപ്പോഴാണ് പറയുന്നത് എന്ന് നായകൻ അവനെ വഴക്ക് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നായകൻ നായികയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നു. അവൾ ആ കേസിനെ കുറിച്ച് തന്നെ ചോദിക്കുകയാണ്. അവൾക്ക് ആ കേസിൽ വലിയ താല്പര്യമുണ്ട്. ഗേൾഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അവളോട് പറയുന്നു. അവർ കൊലയാളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായികയ്ക്ക് സുഹൃത്തിന്റെ കോൾ വരുന്നു. കൊലയാളിയെ കണ്ടെത്തി എന്ന് സുഹൃത്ത് പറയുന്നു. ഫോൺ വെച്ചതിന് ശേഷം അവൾ നായകനോട് കാര്യം പറയുന്നു. അവളുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഒരു റെസ്റ്റോറൻറ്റിലെ ആളാണ് കൊലയാളി. കാരണം ആ റെസ്റ്റോറൻറ്റിൽ വരുന്ന പെൺകുട്ടിയുടെ കാലുകളിലേക്ക് അയാൾ തുറിച്ചു നോക്കാറുണ്ടത്രേ. ഈ കൊലയാളി കാലുകൾ മുറിക്കുന്നത് കൊണ്ട് അയാൾ തന്നെയാകാം കൊലയാളിയെന്ന് സുഹൃത്ത് പറഞ്ഞതായി അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. നായകനും അതൊരു തമാശയായി എടുക്കുന്നു. വീട്ടിലെത്തിയ നായകൻ മെമ്മറീസ് ഓഫ് മർഡർ എന്ന കൊറിയൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സിനിമ കാണുമ്പോൾ നായിക പറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ മനസ്സിൽ വരുന്നത്. അതേസമയം ജൂനിയർ പറഞ്ഞ റെസ്റ്റോറൻറ്റിന്റെ പേര് ഏതാണെന്ന് അവൻ ചോദിക്കുന്നു. നായിക പറഞ്ഞതും ഇതേ പേര് തന്നെ. രണ്ടും ഒരേ റെസ്റ്റോറൻ്റ് ആണോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റിന്റെ റിവ്യൂകൾ അവൻ വായിക്കുന്നുണ്ട്. പലരും റെസ്റ്റോറൻറ്റ് ഉടമയെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയാൾ വിചിത്രമായി പെരുമാറുന്നു, കാലുകളിലേക്ക് തുറച്ചു നോക്കുന്നു എന്നൊക്കെ. ഉടമയുടെ പേര് ജോഷ്വ. അവന്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അവന് സ്ത്രീകളുടെ പാദങ്ങളോട് വലിയ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരം പേജുകൾ അവൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. നായകൻ ഉടമയെ കാണാനായി കടയിൽ ചെല്ലുന്നു. പക്ഷെ അവിടെ ജോലിക്കാരൻ മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഉടമയെ കാണേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം നന്നായിരുന്നു, അത് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്ന് പോവാണ്. തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ സുഹൃത്തിനോട് പറയുന്നു. റിവ്യൂകളും കാണിച്ചു കൊടുക്കുന്നു. കാലിലേക്ക് നോക്കിയാൽ അവൻ കൊലയാളിയാകുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. പക്ഷെ നായകന് സംശയമുണ്ട്. അവൻ റെസ്റ്റോറൻറ്റിന് അടുത്തുള്ള ഒരു മസാജ് സെന്ററിൽ പോകുന്നുണ്ട്. അവിടുത്തെ പെൺകുട്ടിയോട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം പോവായിരുന്നു, പക്ഷെ ആ ഉടമയെ എനിക്ക് ഇഷ്ടമല്ല. അയാൾ ഒരുമാതിരി കാലിലേക്ക് തുറിച്ചു നോക്കും, അതുകൊണ്ട് പോക്ക് നിർത്തി എന്നവൾ പറയുന്നു. ആ ഫുഡ് ഫെയറി അയാൾ തന്നെയാകാൻ സാധ്യതയുണ്ട്. ഒരു കൊലപാതകം നടന്നതിന്റെ അടുത്ത ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ അയാൾ സ്ഥലത്തില്ലായിരുന്നു. ഇതൊന്നല്ല 2 തവണ സംഭവിച്ചു. കൊലപാതകം നടക്കുന്നതിന് മുമ്പ് അയാൾ അപ്രത്യക്ഷനാകും. അയാൾ തന്നെ ആയിരിക്കാം എന്നവൾ പറയുന്നു. ഇതോടെ നായകന് സംശയം കൂടുന്നു. ജോഷുവെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറയുന്നു. ജൂനിയർ ചില വിവരങ്ങൾ ശേഖരിക്കുന്നു. ജോഷുവയ്ക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളെ കൊല്ലാൻ ശ്രമിച്ചതിന് അവൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. നായകൻ ആ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങി അവളെ വിളിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ അവനെ കുറിച്ച് ചോദിക്കുന്നത്? ആ ഫുഡ് ഫെയറി അവനാണെന്ന് സംശയിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുന്നു. നിനക്ക് ആ സംശയം ഉണ്ടായിരുന്നോ എന്ന് നായകൻ ചോദിച്ചപ്പോൾ അതെ സാർ എന്നവൾ പറയുന്നു. അവളെ കൊല്ലാൻ ശ്രമിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ നടന്നത് പറയുന്നു. രണ്ടുപേരും ഒരുമിച്ച് കിടക്കുമ്പോൾ അവൻ തലയണ വെച്ച് അവളുടെ മുഖം അമർത്തി. അവസാന നിമിഷമാണ് അവൻ വിട്ടത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ തമാശയ്ക്ക് ചെയ്താണെന്ന് കൂളായി പറഞ്ഞു. പക്ഷെ അവൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പരാതി നൽകിയത്. അവനൊരു സൈക്കോയെ പോലെയാണ് പെരുമാറുന്നതെന്നും അവൾ പറയുന്നു. ഇതോടെ നായകന് ജോഷുവയുടെ മേലുള്ള സംശയം വർദ്ധിക്കുന്നു. നായകന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൻ അവൾക്കായി ഭക്ഷണം പാകം ചെയ്യുന്നു. കണ്ടെത്തിയ വിവരങ്ങൾ അവളോട് പങ്കുവയ്ക്കുന്നു. അവൾ സംസാരിച്ചിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. അയൽപക്കത്തെ പെൺകുട്ടിയാണ്. ഹൽവ തരാൻ വന്നതാണ്. അവർ അവളെ ഡിന്നറിന് ക്ഷണിക്കുന്നു. പക്ഷെ പഠിക്കാനാണെന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. കൊലപാതകങ്ങൾ നടന്ന ദിവസങ്ങളിൽ ജോഷുവ കടയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ മേലാണ് നായകന് കൂടുതൽ സംശയം. ഇതേക്കുറിച്ച് സീനിയറോട് പറഞ്ഞ് അവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. മതിയായ തെളിവില്ലാതെ ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കില്ല. വ്യക്തമായ തെളിവ് കൊണ്ടുപോവാ, ഞാൻ ഉത്തരവ് തരാം എന്ന് സീനിയർ പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നായകൻ ദുഃഖിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ചോദ്യം ചെയ്താലോ എന്നവൻ ചിന്തിക്കുന്നു. നായകനും സുഹൃത്തും കടയിലേക്ക് വരുന്നുണ്ട്. ജോഷുവെ വിളിച്ച് സംസാരിക്കുന്നു. മരിച്ചുപോയ 5 പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ജോഷു ഓരോ ഫോട്ടോ ആയി നോക്കി ഈ 2 പേർ കടയിൽ വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. ഇല്ല, ഈ പെൺകുട്ടികളും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്, നന്നായി നോക്കി പറയൂ എന്ന് നായകൻ പറയുന്നു. ഇല്ല സർ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ജോഷു ആവർത്തിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടെ റെസ്റ്റോറൻറ്റിൽ വരാതിരിക്കുന്നത് എന്ന് നായകൻ ചോദിക്കുന്നു. സാർ, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, നിങ്ങൾ എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. തന്നെ ഫുഡ് ഫെയറി എന്ന് സംശയിച്ചാണ് ചോദ്യം ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നു. നിങ്ങൾ കരുതുന്ന പോലെ ഞാനല്ല ആ കൊലയാളി എന്നവൻ പറയുന്നു. നുണ പറയരുത്, നീ തന്നെയാണ് ആ കൊലയാളി എന്ന് പറഞ്ഞ് നായകൻ ദേഷ്യപ്പെടുന്നു. എന്തിനാണ് വരുന്ന പെണ്ണുങ്ങളുടെ കാലിലേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സ്ത്രീകളിൽ ഏറ്റവും മനോഹരമായത് അവരുടെ കാലുകളാണെന്ന് ഞാൻ കരുതുന്നു, അതുകൊണ്ടാണ് നോക്കുന്നത്. അതിനർത്ഥം ഞാൻ കൊലപാതകിയാണെന്നാണോ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. നായകനും തിരിച്ച് ദേഷ്യപ്പെട്ട് അവനെ അടിക്കാൻ പോകുന്നു. സുഹൃത്ത് അവനെ നിയന്ത്രിക്കുന്നുണ്ട്. ജോഷുയുടെ മേൽ നായകന് സംശയം വർദ്ധിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു കെണി ഒരുക്കി അവനെ പിടിക്കണമെന്ന് അവൻ ചിന്തിക്കുന്നു. അതിനായി മസാജ് സെന്ററിലെ നേഹ എന്ന പെൺകുട്ടിയെ ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നു. നീ വീണ്ടും ആ റെസ്റ്റോറൻറ്റിൽ പോകണം. അവനോട് സാധാരണ പോലെ സംസാരിക്കണം. നീ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് പരോക്ഷമായി അവനെ അറിയിക്കണം. അപ്പോൾ അവൻ നിന്നെ കൊല്ലാൻ വരും. ഞങ്ങൾ അവനെ പിടികൂടും എന്നവർ പറയുന്നു. നേഹയ്ക്ക് ആദ്യം ഭയമുണ്ടായിരുന്നെങ്കിലും അവരുടെ നിർബന്ധം കാരണം അവൾ സമ്മതിക്കുന്നു. നേഹ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്.
ജോഷു അവളെ കണ്ട് എന്താ ഇത്രയും നാൾ കാണാതിരുന്നത് എന്ന് ചോദിക്കുന്നു. ജോലി തിരക്കായിരുന്നു എന്നവൾ മറുപടി പറയുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആന്റിയുടെ വീട്ടിൽ പോകണം, ഇപ്പോൾ പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാകും എന്നവൾ പറയുന്നു. അവൾ ട്രെയിനിലാണ് പോകുന്നതെന്ന് അവനെ അറിയിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരി, സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞ് അയാൾ അവളെ യാത്രയാക്കുന്നു. അവൾ ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. നായകനും സുഹൃത്തും അവളെ പിന്തുടരുന്നു. നേഹ ട്രെയിനിനായി കാത്തു നിന്ന് ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറുന്നു. അതേ ട്രെയിനിൽ അവരും കയറുന്നു. സ്റ്റേഷനിലെത്തിയ നേഹ അവർക്ക് മുന്നിലായി നടക്കുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ കട്ടാവുന്നു. അവർ നേഹയെ നോക്കുമ്പോൾ അവളെ കാണാനില്ല. അവർ പരിഭ്രാന്തരായി അവരെ തിരയുന്നു. നേഹയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷന് പുറത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ കൊലയാളി അവിടെ വന്നില്ല. എനിക്ക് തോന്നുന്നത് അവൻ കൊലയാളി അല്ലെന്നാണ് എന്ന് സുഹൃത്ത് പറയുന്നു. പക്ഷെ നായകന് ജോഷിയുടെ മേൽ തന്നെയാണ് സംശയം. ജോലി കഴിഞ്ഞ് നായകൻ വീട്ടിൽ വരുന്നു. വീടിന്റെ വാതിൽക്കൽ കുറച്ച് ഫോട്ടോകൾ കിടക്കുന്നു. അവനും നായികയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് പുറത്തു നിന്ന് ആരോ എടുത്ത ഫോട്ടോകളാണവ. അത് കണ്ട നായകന് ഭയം തോന്നുന്നു. നായികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് അവൻ അവളെ ഫോൺ വിളിക്കുന്നു. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. അവൻ പേടിച്ച് അവളുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അവൾ ഉറങ്ങിയതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാതിരുന്നത്. അവൻ വന്നപ്പോൾ അവൾ വാതിൽ തുറക്കുന്നുണ്ട്. അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. നടന്ന കാര്യങ്ങൾ പറയുന്നു. വിഷമിക്കണ്ട, എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നവൾ ധൈര്യമായി പറയുന്നു. നായകനും സുഹൃത്തും നിരാശരായിരിക്കുമ്പോൾ ഒരു പയ്യൻ അവിടേക്ക് വരുന്നു. ഈ അടയാളങ്ങളുള്ള ആരെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു എന്നവൻ പറയുന്നു. അയാൾ കറുത്തൊരു ഹുഡിയും കാക്കി പാൻസുമായിരുന്നു ധരിച്ചിരുന്നത്. അവന്റെ ബാഗിൽ ഗ്ലൗസ് വെക്കുന്നത് ഞാൻ കണ്ടു എന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അവർക്ക് സംശയം കൂടുന്നുണ്ട്. ജോഷിയുടെ ഫോട്ടോ നേരിട്ട് കാണിക്കാതെ മറ്റു 4 പേരുടെ ഫോട്ടോയുടെ കൂടെ വെച്ച് കാണിക്കുന്നു. ആ പയ്യൻ ആദ്യം മറ്റൊരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. നന്നായി ആലോചിച്ച് പറ എന്ന് നായകൻ പറയുന്നു. അവൻ വീണ്ടും ആലോചിച്ച് ഇത്തവണ ജോഷുവെ ചൂണ്ടിക്കാണിക്കുന്നു. എന്താ മാറ്റി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് കൺഫ്യൂഷനായി എന്നവൻ പറയുന്നു. ഇതൊരു തെളിവായി കണ്ട് നായകൻ സീനിയറോട് ജോഷുയുടെ സ്ഥലം പരിശോധിക്കാൻ അനുവാദം ചോദിക്കുന്നു. സീനിയർ അനുവാദം നൽകുന്നുണ്ട്. പോലീസ് ജോഷുയുടെ വീട്ടിലെത്തുന്നു. വാറന്റ് കാണിച്ച് അവന്റെ റൂം പരിശോധിക്കണമെന്നും ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് വരണമെന്നും പറയുന്നു. അവൻ സമ്മതിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു പോറലുള്ളത് നായകൻ ശ്രദ്ധിക്കുന്നു. അവനെ കസ്റ്റഡിയിലെടുത്ത് DNA സാമ്പിൾ ശേഖരിക്കുന്നു. വീട്ടിൽ പരിശോധിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇനി എന്തു പറയുന്നു എന്ന് സീനിയർ ചോദിക്കുമ്പോൾ നായകന് ഉത്തരവില്ല. നായിക മുൻപ് പറഞ്ഞൊരു കാര്യം നായകന്റെ ഓർമ്മയിൽ വരുന്നു. ഞാനൊരു പട്ടാളക്കാരന്റെ മകളാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കൈകൊണ്ട് മാന്തി മുറിവേൽപ്പിക്കും എന്നവൾ പറഞ്ഞിരുന്നു. ജോഷുവയുടെ കയ്യിലെ പോറലും ഇതും അവൻ കൂട്ടി വായിക്കുന്നു. കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ നഖങ്ങൾക്കിടയിൽ തൊലിയുടെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. പക്ഷെ അവസാനത്തെ ശരീരത്തിൽ അത് ചെയ്തിരുന്നില്ല. അവസാനത്തെ ശരീരത്തിലും അത് പരിശോധിക്കണം എന്നവൻ ആവശ്യപ്പെടുന്നു. സീനിയർ അതിന് സമ്മതിക്കുന്നുണ്ട്. കുഴിച്ചിട്ട ശരീരം പുറത്തെടുത്ത് പരിശോധിക്കുമ്പോൾ നഖങ്ങൾക്കിടയിൽ തൊലിയുടെ അംശം കണ്ടെത്തുന്നു. അത് ജോഷുവയുടെ തന്നെ ആയിരിക്കുമെന്ന് നായകൻ ഉറച്ചു വിശ്വസിക്കുന്നു. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ജോഷു രക്ഷപ്പെടാതിരിക്കാൻ അവന്റെ വീടിന് പുറത്ത് കാവലേർപ്പെടുത്തുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റൊരു ശരീരം കിട്ടിയതായി നായകന് വിവരം ലഭിക്കുന്നു. അവൻ സ്പോട്ടിലെത്തി ശരീരം കണ്ട് ഞെട്ടുന്നു. അവന്റെ അയൽപക്കത്തെ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇത് കണ്ട് അവൻ തകർന്നു പോവാണ്. അവൻ നേരെ ജോഷുയുടെ അടുത്തേക്ക് കാർ ഓടിച്ചു പോകുന്നു. അപ്പോഴേക്കും സുഹൃത്തിന് എന്തോ വിവരം ലഭിക്കുന്നു. അവൻ ജോഷുയുടെ അടുത്തേക്കാണ് പോയതെന്നറിഞ്ഞ് സുഹൃത്തും അങ്ങോട്ട് പായുന്നു. ജോഷുയുടെ വീട്ടിലെത്തിയ നായകൻ അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്തിനാണ് ആ പാവം കുട്ടിയെ കൊന്നത് എന്ന് ചോദിച്ച് അവൻ അലറുന്നു. ഓ, ഇപ്പൊ നടന്ന കൊലപാതകവും എന്റെ തലയിലായോ എന്ന് ജോഷു ചോദിക്കുന്നു. നീ തന്നെയാണ് കൊന്നതെന്ന് എനിക്കറിയാം, സത്യം പറ എന്ന് പറഞ്ഞ് നായകൻ തോക്ക് ചൂണ്ടുന്നു. അതെ സർ, ഞാൻ തന്നെയാണ് കൊന്നത്. ഇതല്ലേ നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്നവൻ പറയുന്നു. നായകൻ ദേഷ്യത്തിൽ അടിക്കാൻ പോകുമ്പോൾ സുഹൃത്ത് വന്ന് തടയുന്നുണ്ട്. അവൻ ഈ കൊല ചെയ്തിട്ടില്ല, റിപ്പോർട്ടിൽ DNA മാച്ച് ആയിട്ടില്ല എന്ന് സുഹൃത്ത് പറയുന്നു. ഇത് കേട്ട് നായകൻ ഞെട്ടിപ്പോവാണ്. സീൻ കട്ട് ചെയ്ത് 7 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. നായകൻ ജോലി ഉപേക്ഷിച്ച് ബാംഗ്ലൂർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. സീനിയർ മരിച്ചതുകൊണ്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവരും സുഹൃത്തും സംസാരിച്ച് നടക്കുന്നു. ജോഷുവ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തുകൊണ്ടാണ് നായകൻ ജോലി ഉപേക്ഷിച്ചത്. നായകൻ പോയതോടെ ആ സ്ഥാനം സുഹൃത്തിന് ലഭിച്ചു. അതിനുശേഷം വേറെ കൊലപാതകങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഋഷഭ് എവിടെ എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. അവൻ സ്പെഷ്യൽ ഓപ്പറേഷനായി വിദേശത്ത് പോയി എന്ന് സുഹൃത്ത് പറയുന്നു. കൊലയാളിയെ ഇനിയും പിടിക്കാൻ കഴിയാത്തതിൽ നായകൻ ദുഃഖിക്കുന്നു. അവിടെ നിന്ന് കാറിൽ പോകുമ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നു. വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങുന്നുണ്ട്. അവസാനമായി ശരീരം കിട്ടിയ സ്ഥലം കാണാനായി അവൻ അവിടേക്ക് പോകുന്നു. അവൻ അവിടെ നിൽക്കുന്നത് ഒരു പയ്യൻ ശ്രദ്ധിക്കുന്നു. അവിടെ എന്താ നോക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് നായകൻ മറുപടി നൽകുന്നു. ഇതുപോലെ തന്നെ ഒരാൾ നോക്കിയിരുന്നു എന്ന് പയ്യൻ പറയുന്നു. ആര്, എങ്ങനെയിരുന്നു എന്ന് നായകൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചുവന്ന സൂട്ട് കേസ് വെച്ചിരുന്നു, അത് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പയ്യൻ പറയുന്നു. ഇത് കേട്ട് നായകൻ ഞെട്ടുകയാണ്. അയാൾ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചപ്പോൾ പയ്യൻ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു. നായകൻ ആ വഴിയിലേക്ക് പതുക്കെ നടന്നു പോകുന്നുണ്ട്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. കൊലയാളി ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സിനിമ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.